ഹലോ, എല്ലാവർക്കും മാദീസ് വേർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഷവർമ പൂരിയാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നല്ലോ കേട്ടോ. ഇതേ രീതിയിലൊരു ഷവർമ പൂരി കഴിച്ചാലേ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ തയ്യാറാക്കും കേട്ടോ. അത്രയ്ക്കും ടേസ്റ്റിയാണ്. വളരെ പെട്ടെന്ന് നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. എന്നതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ നമ്മുടെ ഷവർമ പൂരി തയ്യാറാക്കാൻ വേണ്ടി നമ്മുടെ ചിക്കൻ എടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ചിക്കനൊന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ അതിലോട്ട് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് അങ്ങ് ചേർത്ത് കൊടുക്കുക. ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക കേട്ടോ. ഇച്ചിരി നാരങ്ങ നീരും കൂടെ ഒഴിച്ച് കൊടുക്കണേ. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ചിക്കൻ അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണേ. അതിന് വേണ്ടി ഒരു കടായി ചൂടാക്കി എടുക്കുക. അതിലോട്ട് ഓയിൽ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ പൂരി ആദ്യം നമ്മൾ തയ്യാറാക്കിയെടുക്കണം. ഞാൻ ഇത് കടയിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നല്ലതുപോലെ ഒന്ന് വറുത്ത് കോരിയെടുക്കണം. ഹൈ ഫ്ലെയിമിലിട്ട് നമുക്ക് പെട്ടെന്ന് വറുത്ത് കോരിയെടുക്കണം കേട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് എത്രത്തോളം പൂരി വേണോ അതിനനുസരിച്ച് ഇതേ രീതിയിൽ വറുത്ത് കോരി മാറ്റി വയ്ക്കുക കേട്ടോ. ഏകദേശം 10-20ഓളം പൂരി വറുത്ത് കോരി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി എന്ത് ചെയ്യാം, ഇത് വറുത്ത് കോരി എടുത്ത് മാറ്റിയതിന് ശേഷം നമുക്ക് നമ്മുടെ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം. അതിനുശേഷം കടായിൽ ഓയിൽ നമ്മൾ മാറ്റണം കേട്ടോ. വളരെ കുറഞ്ഞ ഓയിൽ വെച്ച് വേണം നമ്മൾ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാൻ. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ ചിക്കൻ ഏകദേശം 20 മിനിറ്റോളം ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അടച്ചു വെച്ച് വേണം കുക്ക് ചെയ്തെടുക്കാൻ. അപ്പോൾ പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ ഈ ചിക്കന്. ഇപ്പോൾ നമ്മുടെ ചിക്കൻ നല്ലതുപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റിയിട്ട് നല്ലതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നല്ലതുപോലെ ചെറുതാക്കി കട്ട് ചെയ്യുന്നതായിരിക്കും നമ്മുടെ ഈ പൂരി തയ്യാറാക്കാൻ വേണ്ടി സിമ്പിളായിരിക്കും കേട്ടോ. ഇപ്പോൾ നമ്മുടെ ചിക്കൻ വെന്തിട്ടുണ്ടല്ലോ, നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതേ രീതിയിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മനസ്സിലാവും ചിക്കൻ എത്രത്തോളം വെന്ത് വന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മുടെ ചിക്കനൊക്കെ മാറ്റി വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമ്മുടെ ഷവർമ പൂരി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ബൗളിലോട്ട് നമ്മൾ നല്ലതുപോലെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. അതൊക്കെ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ നല്ലതുപോലെ ക്യാരറ്റ് ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. വളരെ നൈസായിട്ട് തന്നെ ചോപ്പ് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ കക്കരിക്കുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. കക്കരിക്കൊക്കെ ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ നമുക്ക് ഉള്ളിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് മല്ലിയില ചേർത്ത് കൊടുക്കുക. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലോട്ട് മയോണൈസ് ചേർത്ത് കൊടുക്കാം കേട്ടോ. വളരെ കട്ടിയുള്ള മയോണൈസ് തന്നെ ചേർത്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മയോണൈസൊക്കെ ചേർത്ത് കൊടുത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ ചിക്കനിലോട്ടും വെജിറ്റബിൾസിലോട്ടും ഒക്കെ മയോണൈസ് എത്തുന്ന രീതിയിൽ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. കൂടാതെ ഇതിലോട്ട് നാരങ്ങ പിഴിഞ്ഞ് അതിൻ്റെ ജ്യൂസ് അങ്ങ് ചേർത്ത് കൊടുക്കുക. വീഡിയോയിൽ മിസ്സായത് പോയതാണ് കേട്ടോ. അപ്പോൾ നാരങ്ങയുടെ ജ്യൂസ് ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ ഈ ഷവർമ പൂരിക്ക്. നമ്മുടെ ഷവർമ പൂരിക്ക് വേണ്ടിയുള്ള മിക്സഡ് റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന പൂരി ഇതേ രീതിയിലൊന്ന് നമുക്ക് കുഞ്ഞു ഓട്ട തയ്യാറാക്കി കൊടുക്കാം കേട്ടോ. ഇതിലോട്ട് വേണം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. പാനിപൂരിയൊക്കെ എല്ലാവർക്കും ഇഷ്ടമായ ചാൻസ് ഇല്ല കേട്ടോ. അപ്പോൾ ഇതേ രീതി ഷവർമ പൂരി തയ്യാറാക്കുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. വളരെ ടേസ്റ്റിയാണ്, നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. ഷവർമയൊക്കെ ഇഷ്ടമുള്ള എല്ലാവർക്കും ഇതേ രീതിയിലൊരു ഷവർമ പൂരിയൊക്കെ വളരെ ഇഷ്ടമായിരിക്കും. അപ്പോൾ നിങ്ങൾ ഒരു തവണയെങ്കിലും ഇതേ രീതിയിലൊരു ഷവർമ പൂരി തയ്യാറാക്കി നോക്കുക കേട്ടോ. തയ്യാറാക്കി നോക്കിയാൽ മാത്രം പോരാ, ഫീഡ്ബാക്ക് കമൻറ്റായി അറിയിക്കണം. അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് ഇതേ രീതിയിലൊരു ഷവർമ പൂരി തയ്യാറാക്കി കൊടുക്കും കേട്ടോ. അവർക്ക് ഒത്തിരി ഇഷ്ടമായിരിക്കും. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി കൊടുക്കുക. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. അപ്പോൾ ഒരിക്കൽ കൂടി വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇനിയും ഇതുപോലെയുള്ള കുട്ടി കുട്ടി റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.